ഇത് ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടായിരുന്നു, കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല കളർ വ്യത്യാസമായിരുന്നു, നിറവ്യത്യാസവും മണവ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല അയൺ കണ്ടൻറ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഡയറക്റ്റ് വെള്ളം വരികയാണ് ചെയ്യുന്നത്. വെള്ളം വരുമ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇതൊന്ന് ക്ലോറിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും ഈ ഡോസിൻ പമ്പ് വഴി ഈ ക്ലോറിൻ ഇതിലോട്ട് കൊടുക്കുകയും ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ഏകദേശം 4-5 മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളം നമ്മൾ ഈ ഫിൽറ്ററുകൾ വഴി 2 ഫിൽറ്ററുകൾ വഴി ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഒരു ടാങ്കിലേക്ക് നല്ല വെള്ളമായിട്ട് സേവ് ചെയ്യുകയും ഇതിൽ നിന്നും വെളിയിലോട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം. ഇത് ഫുള്ളി ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. കാരണം ഓരോ ടാങ്കിനും നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളർ വെച്ച് വെള്ളത്തിൻ്റെ ലെവൽ താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മോട്ടർ വർക്ക് ചെയ്യുകയും ഈ ക്ലോറിനേഷൻ ഓൺ ആവുകയും ഇതിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടാങ്കിലെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിൽറ്റർ വഴി ഈ വെള്ളം ഫിൽറ്റർ ചെയ്ത് എത്തുന്ന ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇതിന് നല്ലൊരു പെർഫോമൻസ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ ഒരു സിസ്റ്റത്തിലൂടെ അവർക്ക് മാറി. ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ടാങ്കിലെ വെള്ളം കുറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോറിനേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഡോസിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ നമുക്കായിട്ടൊന്നും ചെയ്യുക സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി വർക്കിംഗ് ആണ്. ഏകദേശം 40-50 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അത്രയും വലുപ്പമുള്ളോ അത്രയും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിലൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം കൃത്യമായിട്ട് അവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടോട്ടൽ വർക്കിംഗ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പം ഒന്നും ചെയ്യുന്നില്ല.